വി ലൈഫ് സ്റ്റൈലിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കുഴിമന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റുള്ള കുഴിമന്തി നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കനൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനെ മാഗ്നേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് മുളക് പൊടി, അതുപോലെ കുറച്ച് മന്തി മസാല, പിന്നെ ചിക്കൻ മാഗി ക്യൂബ്. ചിക്കനിൽ നമ്മൾ ഉപ്പിടുന്നില്ല കേട്ടോ, കാരണം മാഗി ക്യൂബിൽ അത്യാവശ്യം ഉപ്പുള്ളതാണ്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ, അതുപോലെ ചിക്കന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളറും ആഡ് ചെയ്തിട്ട് എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മൾ കുഴിമന്തിക്കുള്ള റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒന്ന് കഴുകിയെടുക്കുകയാണ്. പാതി വേവാകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുഞ്ഞു മൺകുടുക്ക അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് പട്ടയും ഏലക്കയും അതുപോലെ ഗ്രാമ്പും പാകത്തിന് കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് തിളച്ച് വരുമ്പോൾ അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പോൾ ഊറ്റിയെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ദം ചെയ്യാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഈ ചിക്കൻ്റെ ഒരു 1/4 ഭാഗത്തോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 10 മിനിറ്റ് ചിക്കന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ കുറച്ച് മല്ലിയിലയും അതുപോലെ കുരുമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മന്തിൻ്റെ ആ ഒരു റെഡ് യെല്ലോ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളറും അതുപോലെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് റൈസിൻ്റെ മുകളിലേക്ക് 2-3 ഡ്രോപ്പായിട്ട് ഇട്ടിച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് ഒരു പച്ചമുളക് അങ്ങനെ ഇറക്കി വെക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. മന്തിക്കുണ്ടാകുന്ന ആ ഒരു സ്മോക്കി സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ബൗളിൽ കുറച്ച് കനൽ വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആ ഒരു ചൂടോട് കൂടെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് പെട്ടെന്ന് തന്നെ അടിച്ചു വെക്കുക. ഇതിപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ.